നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. എന്നും പറയും പോലെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ് എന്നും നൽകാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഇത് പ്രേക്ഷകരോടൊത്തുള്ള ഒരു സംയുക്ത വാർത്താ യാത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. ആശങ്കകളും പരാതികളും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പ്രേക്ഷകർക്ക് ഇപ്പോൾ വിളിക്കാം. ആ താഴെ കാണുന്ന നമ്പറാണ് വിളിക്കേണ്ട നമ്പർ. 0484283050 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ വിളിച്ച് ആ പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിൽ, ദേശത്തുണ്ടെങ്കിൽ അത് കൃത്യമായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒപ്പം എന്തെങ്കിലും വാർത്ത അത് ദൃശ്യങ്ങൾ സഹിതം ഞങ്ങളെ അറിയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി ഒരു വാട്സാപ്പ് നമ്പർ കൂടിയുണ്ട്. അതാണ് ആദ്യം കാണുന്ന നമ്പർ. അത് 6235968937 എന്ന വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് ദൃശ്യങ്ങളും വാർത്തകളും അയച്ചു തരികയും ചെയ്യാം. ആ പ്രശ്നങ്ങൾ കൃത്യമായി പരിശോധിച്ച് അത് റിപ്പോർട്ടുകളാക്കി ഞങ്ങൾ നൽകുകയും ചെയ്യും. കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വാർത്ത ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടന്ന ഇരുസഭകളിൽ നടന്ന ചർച്ചയെക്കുറിച്ചാണ്. വളരെ വിശദമായ ചർച്ച അതിൽ നടക്കുകയും അതോടൊപ്പം തന്നെ അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്തു ഇരുസഭകളും. ഇനിയിപ്പോൾ രാഷ്ട്രപതിക്ക് മുമ്പിലേക്ക് ആ ബിൽ നീങ്ങുകയാണ്. അതിനുശേഷം അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിയമമായി മാറുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റ് പാസ്സാക്കിയതിന്റെ ആഹ്ലാദം മുനമ്പൻ നിവാസികൾ മറച്ചുവെക്കുന്നില്ല. ബില്ലിനെതിരെ സംസ്ഥാന നിയമസഭ പാസാക്കിയ സംയുക്ത പ്രസ്താവനയ്ക്കെതിരെ ഇന്ന് പ്രതിഷേധവും അവിടെ ഉയർന്നു. സമരം 174 ദിവസം പിന്നിടുമ്പോൾ BJPയുമായി കൂടുതൽ അടുത്തു നിൽക്കുകയാണ് മുനമ്പൻ നിവാസികൾ. മുനമ്പൻ സമരപ്പന്തൽ ഇന്ന് BJP നേതാക്കൾ സന്ദർശിക്കുകയും ചെയ്തു. സമരത്തിന്റെ ഭാഗമായ 50ഓളം പേരെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ BJPയിലേക്ക് സ്വീകരിച്ചു. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് മുനമ്പം സമരസമിതിയുടെ നിലപാട്. 174 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്ന മുനമ്പത്തെ സമരം പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായതിനെ തുടർന്ന് വിജയത്തിന്റെ തൊട്ടരികിലെത്തിയെന്ന ആശ്വാസമാണ് സമരക്കാർക്ക്. യാതൊരു രാഷ്ട്രീയ ചായവുമില്ലാതെ തുടങ്ങിയ സമരം BJPയെ സ്വീകരിക്കുന്ന തരത്തിലേക്ക് എത്തി നിൽക്കുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും വഖഫ് ഭേദഗതി നിയമം പാസ്സായതിന്റെ ആഘോഷത്തിലായിരുന്നു മുനമ്പം ജനത. അതിനിടയിലാണ് ഈ ബില്ലിനെതിരെ സംയുക്തമായ പ്രമേയം പാസാക്കിയ സംസ്ഥാന നിയമസഭയുടെ നടപടിയെ പ്രതീകാത്മകമായി കടലിൽ മുക്കി താഴ്ത്തി പ്രതിഷേധിച്ചത്. രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് സമദൂരം പാലിച്ചു തുടങ്ങിയ മുനമ്പം സമരം 174 ദിവസം പിന്നിടുമ്പോൾ BJPയുമായി കൂടുതൽ അടുത്തു നിൽക്കുകയാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, BDJSന്റെ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവരെ പതിവിന് വിരുദ്ധമായി സമരപ്പന്തലിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവന്നു. മുനമ്പം സമരവും വഖഫ് ഭേദഗതി ബില്ലും കേരള രാഷ്ട്രീയത്തിലെ ഒരു നാഴികക്കല്ലാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. നമ്മുടെ നരേന്ദ്രമോദിജി സർക്കാരും പാർലമെന്റായ ലോക്സഭയും രാജ്യസഭയിലും ഇന്നലെ മിന്നാന്നും ഈ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ ഒരു ബില്ല് വഖഫ് അമെൻമെന്റ് ബിൽ പാസ്സായി. ഇന്ന് മുതൽ അത് ലോ ആവുന്നു. സമരത്തിന്റെ ഭാഗമായ 50 പേരിന്ന് BJPയിൽ ചേർന്നു. ബില്ല് പാസ്സാവുന്നതിന്റെ ആഘോഷം എന്ന നിലയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ വൈകിയും സമരക്കാർ ഒത്തുകൂടിയിരുന്നു. നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും വേണ്ടി മുദ്രാവാക്യങ്ങൾ ഉയർന്നു. സമരം തുടരും, നിരാഹാര സമരം തുടരും. ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ വഖഫിന്റെ എല്ലാ നിയന്ത്രണങ്ങളും, ഈ ഭൂമിയുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയന്തിരമായി ഗവൺമെന്റ് റവന്യൂ രജിസ്റ്ററിൽ നിന്നും ഞങ്ങളുടെ തിരിച്ചു തരണം റവന്യൂ രേഖകളെല്ലാം തന്നെ. ബില്ലിന് മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മുനമ്പത്തെ പ്രശ്നം പഠിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാനം ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. മുനമ്പത്തെ പ്രശ്നത്തിന് പോംവഴിയുണ്ടെന്ന് സർക്കാർ. വേണ്ടിവന്നാൽ നിയമനിർമ്മാണം നടത്തും. ഭൂമി ഏറ്റെടുക്കാനും സർക്കാരിനാകും. എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രത്യക്ഷമായ സമരങ്ങളിൽ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് സമരക്കാർ. മുനമ്പത്തെ പ്രശ്നത്തെ വർഗീയതയിലേക്ക് ചേരിതിരിച്ചു വിടുകയാണ് BJP എന്ന് വിമർശിക്കുന്ന പ്രതിപക്ഷത്തോട്, ഇടതു വലതു മുന്നണികളോട് മുനമ്പത്തെ ജനതയ്ക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തി തന്നില്ല ഇത്ര നാളായിട്ടും എന്നത് മാത്രമാണ്. അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.
പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും മുൻപത്തേത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വിഷയമാണ്. അവിടെ ഇത്രയും നാൾ സമരം ചെയ്യുന്ന അവിടുത്തെ പ്രദേശവാസികൾക്ക് അവർ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനൊരു പ്രശ്ന പരിഹാരം എന്ന രീതിയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ ഉണ്ടാവണം. എന്നാൽ ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാവുന്നത് അത് വലിയ പോസിറ്റീവായിട്ട് കാണുകയാണ് അവിടുത്തെ പ്രദേശവാസികൾ. പക്ഷേ സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നു അവിടെ പ്രശ്ന പരിഹാരത്തിന് പോംവഴിയുണ്ട്, അത് എന്ത് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണമെന്ന് സർക്കാരിന് അറിയാമെന്ന് പറയുന്നു. പക്ഷേ ഇത് നീണ്ടു പോകുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതിപ്പോൾ 174 ദിവസമാണ് ഇന്നത്തെ സമരം എന്ന് ആലോചിക്കുക. അപ്പോൾ അധികം അത് നീണ്ടു പോകാതെ അതിനൊരു സമവായം ഉണ്ടാവുക, എന്താണ് അവിടെ പരിഹാരം നിർദ്ദേശിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ആ പരിഹാര മാർഗം എന്നതിലേക്കാണ് ഇനി കടക്കേണ്ടത്. മറ്റ് ചർച്ചകൾക്കൊന്നുമല്ല, ഇനി പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്നാണ് അവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു 174 ദിവസം കഴിയുമ്പോൾ എന്താണ് അവരുടെ സമരം അവർ അവസാനിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ അവർ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി അവൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോഴത്തെ ഈ സ്ഥിതിവിശേഷത്തെ കാണുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കാനും കേരളം വ്യവസായ സൗഹൃദമാക്കാനുമൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ CITU തൊഴിലാളികളുമായുള്ള തർക്കത്തെ തുടർന്ന് സ്ഥാപനം അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ് പാലക്കാട്ടെ കുളപ്പുള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സിന്റെ ഉടമ. CITU നേതാക്കളിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും തങ്ങളുടെ കടയ്ക്ക് മുൻപിൽ അകാരണമായി സമരം ചെയ്യുകയാണെന്നുമാണ് കടയുടമ പ്രകാശിന്റെ ആരോപണം. അതേസമയം കയറ്റിറക്ക് യന്ത്രത്തിന്റെ പേരിൽ തൊഴിൽ നിഷേധം നടത്തുന്നതിനെതിരെ CITUവിന്റെ കുടിൽകെട്ടി സമരം അവിടെയും തുടരുകയാണ്. മറ്റൊരു വിഷയമാണ്, മറ്റൊരു പ്രശ്നമാണ്. നോക്കാം. ഒരു കയറ്റിറക്ക് യന്ത്രത്തിന്റെ പേരിൽ തുടങ്ങിയ കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിലെ തൊഴിൽ തർക്കം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ സ്ഥാപനം താൻ താൽക്കാലികമായി അടച്ചിടുകയാണെന്നാണ് ഉടമ പ്രകാശൻ വ്യക്തമാക്കുന്നത്. കട നടത്താൻ ഇപ്പോൾ ഇവിടുത്തെ CITU തൊഴിലാളികൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കട തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ്. അല്ലാതെ വേറെ മാർഗം എൻ്റെ ഇതിൽ കാണാനില്ല. ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ കട അടച്ചത്. സിമന്റ് കയറ്റിറക്കാനായി കൺവെയർ ബെൽറ്റ് എന്ന യന്ത്രം സ്ഥാപിച്ചത് മുതലാണ് തർക്കങ്ങൾ തുടങ്ങിയത്. യന്ത്രം ശുദ്ധ തട്ടിപ്പാണെന്നും തങ്ങളുടെ തൊഴിൽ നിഷേധിക്കാനുള്ള ഉടമയുടെ നീക്കം അനുവദിക്കില്ലെന്നും ആരോപിച്ച് CITU ചുമട്ടുതൊഴിലാളികൾ കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ കുടിൽകെട്ടി സമരം തുടങ്ങി. നിരവധി ചർച്ചകൾ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ തൊഴിലുടമയും തൊഴിലാളികളും നേർക്കുനേർ കയ്യാങ്കളിയുമുണ്ടായി. ഇതോടെയാണ് സ്ഥാപനം താൽക്കാലികമായി അടയ്ക്കുന്നുവെന്ന് സ്ഥാപന ഉടമ പ്രകാശൻ വ്യക്തമാക്കിയത്. തൊഴിൽ കാർഡ് ഇല്ലാത്ത തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം സബ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചർച്ചയിൽ ജില്ലാ ബോർഡ് ചെയർമാൻ തന്നെ തൊഴിൽ കാർഡില്ലാത്ത 26 ചട്ടം അനുസരിച്ച് കാർഡില്ലാത്ത ക്ഷേമനിധി ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികളെ കൊണ്ട് അവിടെ കയറ്റിറക്ക് നടത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. യന്ത്രം വന്നപ്പോൾ യന്ത്രത്തെ നമ്മൾ അംഗീകരിച്ചു. യന്ത്രത്തെ അംഗീകരിച്ചിട്ട് ആ യന്ത്രം പ്രവർത്തിക്കണമെങ്കിൽ 5 ആൾ വേണം. ആ 5 ആളുടെ പണി ഞങ്ങൾക്ക് തന്നാൽ മതി പറഞ്ഞു. 17-ാം ദിവസം പിന്നിടുന്ന കുടിൽകെട്ടി സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CITU നേതാക്കളും പറയുന്നു. യന്ത്രം പ്രവർത്തിപ്പിച്ചിട്ടും തൊഴിൽ കാർഡില്ലാത്ത ഇതര സംസ്ഥാന തൊഴിലാളികൾ കയറ്റിറക്ക് ജോലികൾ ചെയ്യുന്നുണ്ടെന്നും ആ ജോലി തൊഴിൽ കാർഡുള്ള ചുമട്ടുതൊഴിലാളികൾക്ക് വേണമെന്നുമാണ് ഇവരുടെ നിലപാട്. CITU മുൻകൂട്ടി കാണുന്ന ഒന്നുകൂടിയുണ്ട്. കൺവെയർ ബെൽറ്റ് മറ്റു ഇതര സ്ഥാപനങ്ങളിലേക്ക് കൂടി വ്യാപിച്ചാൽ അവിടങ്ങളിൽ നിന്നും ചുമട്ടുതൊഴിലാളികൾ അകറ്റി നിർത്തപ്പെടും. ഈ വരുന്ന 7-ാം തീയതി കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി വിപുലമായ ധർണ നടത്താനാണ് CITUവിന്റെ തീരുമാനം. തർക്കങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഒരു സ്ഥാപനം അടച്ചുപൂട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് നിലപാട്. അതിന് ഇരുകൂട്ടരും ഒരു ധാരണയിലെത്തണം. അടിയന്തരമായി ലേബർ ഓഫീസർ വിഷയത്തിൽ ഇടപെടണം. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ശ്രീത്ത് പറഞ്ഞ പോലെ കുളപ്പുള്ളിയിലെ ഈ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സിന്റെ കാര്യം അത് ഏറ്റവും ഒടുവിൽ ശ്രീത്ത് പറഞ്ഞു തന്നെയാണ്. ഇതിൽ തൊഴിൽ നിഷേധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ രീതിയിലൊരു സ്ഥാപനം അത് അടഞ്ഞു കിടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒരുപാട് മുതൽ മുടക്കിൽ തുടങ്ങിയ ഒരു സ്ഥാപനമായിരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഉടമ അത് അടച്ചിടുകയാണ്. മറുഭാഗത്ത് തൊഴിലാളികൾ പറയുന്നു അവർക്ക് തൊഴിൽ നിഷേധമാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒന്നും തള്ളും ദേഹോദരം ഏൽപ്പിക്കലും അക്രമങ്ങളൊന്നുമല്ല. അതിലൊരു ചർച്ചയാണ് വേണ്ടത്. ആ ചർച്ചയ്ക്ക് ഇരുകൂട്ടരും തയ്യാറാവുകയും അതൊരു സമവായം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയും. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം, പ്രതീക്ഷയും. മറ്റൊരു റിപ്പോർട്ടിലാണ്. കോഴിക്കോട് ജില്ലയിലെ ചിക്കൻ വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്താണ് വിഷയം?
കടകളിലെ കോഴി മാലിന്യം നീക്കാൻ സംവിധാനമില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ലൈസൻസ് പുതുക്കി നൽകാത്തത് മൂലം ഫ്രഷ് കട്ട് അറവ് മാലിന്യ കേന്ദ്രം മാലിന്യം ശേഖരിക്കുന്നത് ഭാഗികമായി നിർത്തിയതാണ് ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം. മാലിന്യം പുഴുവരിക്കാൻ തുടങ്ങിയതോടെ കടകൾ പലതും പൂട്ടിപ്പോയി. ജില്ലാ ഭരണകൂടം ഇടപെടണം എന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. കോഴിക്കടകളിൽ നിന്നും മാലിന്യം ശേഖരിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രവുമായാണ് വ്യാപാരികൾ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതുപ്രകാരം കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ കോഴിക്കടകളിൽ നിന്നും ഫ്രഷ് കട്ട് തന്നെയാണ് മാലിന്യം ശേഖരിക്കേണ്ടതും. ലൈസൻസ് പുതുക്കി നൽകാത്തതിനാൽ ഫ്രഷ് കട്ട് സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇതിനു മുന്നോടിയായാണ് മാലിന്യ ശേഖരണം താൽക്കാലികമായി നിർത്തിയത്. ജില്ലയിലെ 2000-ലധികം കോഴിക്കടകളുടെ പ്രവർത്തനം ഇതോടെ പ്രതിസന്ധിയിലായി. മാലിന്യം പുഴുവരിക്കാൻ തുടങ്ങിയതോടെ കടകളിൽ രൂക്ഷമായ ദുർഗന്ധവുമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 100-ലധികം കടകൾ അടഞ്ഞുകിടക്കുകയാണ്. പെരുന്നാൾ അടുപ്പിച്ചിട്ട് കോഴി വേസ്റ്റ് ഒരു കടയിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല. ഇപ്പോൾ 2000-ഓളം കടകൾ ഇവിടെ കോഴിക്കോട് ജില്ലയിലുണ്ട്. ഇത് പെരുന്നാൾ അടുപ്പിച്ചിട്ടെന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ ഒരു മാസം മുമ്പ്, അതായത് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയ പ്രയാസമാണ്. ഒരു കടയിൽ നിന്നും, അതായത് ഇപ്പോൾ 3 ദിവസം 4 ദിവസം കൂടുമ്പോഴാണ് വേസ്റ്റ് വണ്ടി വരുന്നത്. നിരവധി കടകൾ പൂട്ടിക്കെടുക്കുകയാണ്. കാരണം ആർക്കും ധൈര്യപ്പെട്ടിട്ട് കോഴി കച്ചവടം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം മുമ്പ് വരെ എല്ലാ ദിവസവും കടകളിലെത്തി കോഴിമാലിന്യം ശേഖരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 3-4 ദിവസങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് സംഭരണത്തിനെത്തുന്നത്. 100 ടൺ വരെ കോഴിമാലിന്യം ജില്ലയിൽ സാധാരണ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഉത്സവ സീസണിൽ ഇത് 200 ടൺ വരെയാകുമെന്നും വ്യാപാരികൾ പറയുന്നു. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ 2 നിർദ്ദേശങ്ങളാണ് വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് അനുമതി നൽകണം, അല്ലെങ്കിൽ മറ്റു ജില്ലകളിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് കോഴിക്കോടെത്തി മാലിന്യം ശേഖരിക്കാൻ അവസരമൊരുക്കണം. ഇത് രണ്ടും ഉണ്ടായില്ലെങ്കിൽ കർശനമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് കോഴിക്കട വ്യാപാരികളുടെ തീരുമാനം. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഈ ഉറവിട മാലിന്യ സംസ്കരണമൊക്കെ അത് പ്രോത്സാഹിപ്പിക്കാനൊക്കെ സർക്കാർ ഒരുപാട് പദ്ധതികൾ ഉണ്ടാകുമ്പോഴും ഈ രീതിയിലുള്ള ഈ അറവ് മാലിന്യ സംസ്കരണമൊക്കെ ഏത് രീതിയിൽ വേണം നടത്താൻ? അതിന് ഒരു സ്ഥാപനം മാത്രം മതിയോ, അതിനൊരു കേന്ദ്രം മാത്രം മതിയോ എന്നൊക്കെയുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. 1 മാസം മുൻപ് വരെ മാലിന്യ ശേഖരം കൃത്യമായി നടക്കുമായിരുന്നു. കൂടുതൽ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്ക് അനുമതി നൽകി പ്രശ്നം പരിഹരിക്കണമെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്. നോക്കാം അത്തരത്തിലുള്ള ചില പ്രതികരണം. ഈ കോഴിക്കോട് ജില്ലയിൽ ഒരു ഫ്രഷ് കട്ട് എന്ന ഒറ്റ കമ്പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കച്ചവടക്കാർക്ക് ഈ മുമ്പ് പ്രൈവറ്റ് കമ്പനിക്ക് നമ്മൾ കൊടുത്തിരുന്നത്. ആ ഒരു പ്രതിസന്ധി മാറാൻ വേണ്ടിയിട്ടാണ് എന്താക്കിയത്, ജില്ലാ ഭരണകൂടവും പിന്നെ എല്ലാവരും കൂടിയിട്ടാണ് ഇങ്ങനെ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനെ കൂടിയാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയും. നമ്മൾ 2 കൈ നീട്ടി സ്വീകരിച്ചാണ്, 100% ഇവർ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇവർ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല. വേസ്റ്റ് കടയിൽ നിന്ന് നീങ്ങാതെ ഇപ്പോൾ പാലായി മേഖലയിലൊക്കെ കട അടച്ചിട്ടില്ല, 3-4 കടകളൊക്കെ അടച്ചിട്ടില്ല. എൻ്റെ കടയിൽ നിന്ന് ഇപ്പോൾ വേസ്റ്റ് കൊണ്ടുപോയിട്ട് 3 ദിവസം പോരെ, പെരുന്നാളിൻ്റെ അന്ന് രാത്രി വന്ന് പോയതാണ്. അപ്പോൾ ഈ നിലയിൽ ഇത് മുന്നോട്ട് പോകാൻ ഒരിക്കലും ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ കളക്ടറുമായിട്ടും പഞ്ചായത്തായിട്ടും എല്ലാ സ്ഥലത്തും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു മാലിന്യത്തിനും ഇല്ലാത്തൊരു നിയമം ചിക്കൻ വേസ്റ്റിനുണ്ട്. അതെന്താ വെച്ചാൽ DLFMC എന്ന് പറഞ്ഞിട്ട് കലക്ടർ ചെയർമാനായ ഒരു അതോറിറ്റിയാണ് ആർക്ക് ചിക്കൻ മാലിന്യം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ബാക്കി ഈ വേസ്റ്റ് മുഴുവനും അതിർത്തികൾ, ജില്ലകൾ, സംസ്ഥാനങ്ങൾ മാറിപ്പോകണം. ഇതിനൊക്കെ കാരണക്കാർ ഈ ജില്ലാ ഭരണകൂടത്തിനോട് ഞങ്ങളിത് ഏറ്റെടുത്ത് സംസ്കരിച്ചോളാം എന്ന് പറഞ്ഞ് ഏക ലൈസൻസ് നേടിയ ഫ്രഷ് കട്ട് എന്ന കമ്പനിയാണ്. ഈ ഫ്രഷ് കട്ട് മറ്റുള്ള കമ്പനീനെ വരുന്നതും തടസ്സപ്പെടുത്തി. ഇപ്പോൾ മാലിന്യം കൂടിയപ്പോൾ ഫ്രഷ് കട്ടിന് ഇത് സംസ്കരിക്കാൻ സാധിക്കുന്നില്ല. അത് ജില്ലാ ഭരണകൂടത്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വ്യാപാരികൾ പറയുന്നതിൽ കഴമ്പുണ്ട് എന്നാണ്. അപ്പോൾ ഒരു കേന്ദ്രത്തിന് മാത്രം ഇത്രമാത്രം ഒരു ജില്ലയിലെ ആകെയുള്ള എല്ലാ അറവ് മാലിന്യങ്ങളും ഇതുപോലെ എടുത്ത് അത് സംസ്കരിക്കാൻ കഴിയുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ അത് കരാർ പുതുക്കി നൽകാത്തത് കൊണ്ട് ഭാഗികമായി മാത്രമേ ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുള്ളൂ. അത് വലിയ പ്രശ്നമാണ്. ഒപ്പം അത് പുഴുവരിച്ചു തുടങ്ങുന്ന അവസ്ഥയിലാണ് പലയിടങ്ങളിലെയും മാലിന്യം. അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ വേറെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജില്ലാ ഭരണകൂടം ഇതിൽ ഇടപെടുകയും അതിനെന്താണോ ചെയ്യേണ്ടത്, കൂടുതൽ കേന്ദ്രങ്ങൾ തുടങ്ങാനുള്ള അനുമതിയെങ്കിൽ അത് നൽകാനുള്ള നടപടികളിലേക്ക് കടക്കണം എന്നാണ് പൊതുജനം കഴുതല സാർ എന്ന പരിപാടിയും ആവശ്യപ്പെടുന്നത്. ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് രവികുമാർ PB, നമ്മുടെ സ്വയം പ്രേക്ഷകരിലാണ് രവിയേട്ടൻ. പ്രജന ഒരാളുടെ വരുമാന മാർഗ്ഗം ഇല്ലാതാക്കിയപ്പോൾ യൂണിയൻകാർക്ക് സമാധാനമായി എന്ന് പറയുന്നു. നേരത്തെ കുളപ്പുള്ളിയിലെ ആ സംഭവമാണ്. പക്ഷേ അങ്ങനെയല്ല രവിയേട്ട, അത് ഈ പറയുന്നത് പോലെ അവർ പറയുന്നത് തൊഴിൽ കാർഡില്ലാത്ത തൊഴിലാളികൾ അവിടെ പണിയെടുക്കാൻ വരുന്നു, അതാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് ഈ തൊഴിലാളി യൂണിയൻ പറയുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഉണ്ടാവേണ്ടതൊരു ചർച്ചയാണ്. എന്താണോ ഏത് രീതിയിലാണോ സംഭവം അത് പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്, അതിലേക്ക് നോക്കുന്നു. പെട്ടെന്ന് പോകാം. 24 ബ്രേക്കിംഗ്. ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേരുമെന്ന് പാർട്ടി ചെയർമാനും കേന്ദ്രമന്ത്രിയുമായ രാംദാസ് അത്താവലെ 24നോട് പറഞ്ഞു. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി പറയുന്നു.
Rajendra will join our party. Then in the leadership of Raju Menon, our party will be strong here. Rajendran is joining our party. I am also very happy to he has taken the decision to join our RPI, Republican Party of India, and our party will be strengthened. Our party should be very strong in Kerala state. Official, next time we will announce that. What is the position in party in Rajendran in Kerala? That will decide. റാഫി കരീം കൊച്ചിയിൽ നിന്നും ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. റാഫി, അപ്പോൾ അതിൽ RP പാർട്ടി ചെയർമാൻ കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു എസ് രാജേന്ദ്രൻ തന്നെ പാർട്ടിയിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടോ? എന്തായിരിക്കും സ്ഥാനം? അത്തരം വിവരങ്ങളിൽ എന്തെങ്കിലും ഒരു പുറത്തു വരുന്നതായി നമുക്ക് എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും രാവിലെ മുതൽ എസ് രാജേന്ദ്രൻ NDAയുടെ ഭാഗമാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ രാവിലെ മുതൽ പുറത്തു വന്നിരുന്നു. എന്തായാലും അതിനൊരു സ്ഥിരീകരണമായിരിക്കുന്നു. രാജേന്ദ്രൻ NDAയുടെ ഭാഗമാകും, രാജേന്ദ്രൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഭാഗമാകും എന്നുള്ള കാര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ചെയർമാൻ തന്നെ സ്ഥിരീകരണം നൽകിയിരിക്കുന്നു. എസ് രാജേന്ദ്രനുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പദവി എന്തായിരിക്കും ഈ പാർട്ടിയിൽ എന്നുള്ളതാണ്. ദേശീയ നേതൃത്വത്തിലായിരിക്കുമോ സംസ്ഥാന നേതൃത്വത്തിലായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളിലാണ് ഇനിയൊരു സ്ഥിരീകരണമാകേണ്ടത്. ഇതുകൂടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം ഔദ്യോഗികമായി ഉള്ള പ്രഖ്യാപനം, രാജേന്ദ്രന്റെ ഒപ്പമുള്ള പ്രഖ്യാപനം നടത്തുമെന്നുള്ളതാണ് ഒടുവിൽ ഈ പാർട്ടിയുടെ ചെയർമാനായ രാംദാസ് അത്താവാലെ 24നോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാജേന്ദ്രൻ തന്നെയാണ് RPയുടെ ഭാഗമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചത് എന്നുള്ളത് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത്, ഈ രാജേന്ദ്രനെ RPയുടെ ഭാഗമാക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കേരളത്തിൽ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ എസ് രാജേന്ദ്രനെ പോലുള്ള നേതാക്കൾക്ക് കഴിയും. എസ് രാജേന്ദ്രനെ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു നേതാവായി മാറും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. NDAയുടെ ഭാഗമായി എസ് രാജേന്ദ്രൻ എത്തുമെന്നുള്ള കാര്യത്തിൽ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ സൂചനകൾ പുറത്തു വന്നിരുന്നു. അല്പസമയം മുൻപ് എസ് രാജേന്ദ്രനും ഒപ്പം തന്നെ ഈ RPയുടെ ചെയർമാനുമായ രാംദാസ് അത്തേവാലയുമായി മാരിയറ്റ് ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ജഹാൻ തന്നെ 24നോട് പറഞ്ഞിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രനുമായി കൂടിക്കാഴ്ച നടന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹം 1 മണിക്കൂറോളം സമയം മാരിയറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ഈ സമയത്ത് രാജേന്ദ്രനുമായി സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ എന്താണ് രാജേന്ദ്രന്റെ RPIയിലെ പദവി, ഏത് തരത്തിലുള്ള പദവികളായിരിക്കും രാജേന്ദ്രൻ ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങളിലാണ് ഇനി തീരുമാനമാകേണ്ടത്. അതിനുശേഷം കൃത്യമായ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും രാവിലെ പുറത്തു വന്ന വാർത്തകൾ NDAയുടെ ഭാഗമാകും എന്നുള്ളതാണ്, RPയുടെ ഭാഗമാകും എന്നുള്ളത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയത്തുള്ള BJP നേതാവ് N ഹരിയാണ് ഈ ഒരു പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ രാജേന്ദ്രൻ BJPയുടെ ഭാഗമാകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇന്ന് രാവിലെ രാജേന്ദ്രൻ BJP നേതാക്കളോടൊപ്പം N ഹരിയുടെ വീട്ടിൽ ഒരു പൂജയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജേന്ദ്രൻ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് എന്നും RPIയുടെ ചെയർമാൻ ഇന്ന് കൊച്ചിയിലെത്തുന്ന കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാലയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. എന്തായാലും രാജേന്ദ്രൻ CPMുമായി പിരിഞ്ഞ് വർഷങ്ങളായി രാജേന്ദ്രനും CPMും തമ്മിലുള്ള തർക്കങ്ങൾ തുടങ്ങിയിട്ട് ഒടുവിൽ രാജേന്ദ്രനോട് CPM പാർട്ടി സമ്മേളനങ്ങൾക്ക് മുൻപ് പാർട്ടിയിൽ അംഗത്വമെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രാജേന്ദ്രൻ ഇതിന് വഴങ്ങിയില്ല. രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ, ശശിക്കെതിരെ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായാൽ മാത്രമാണ് ഈ ചർച്ചകളെന്ന് വ്യക്തമാക്കിയിരുന്നു. രാജേന്ദ്രൻ CPMന് വഴങ്ങാതെ മറ്റു പാർട്ടികളുമായി ചർച്ചകളും നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജേന്ദ്രൻ NDAയുടെ ഭാഗമാകുന്നത്. മൂന്നാർ മുൻ MLA കൂടി, ദേവികുളം മുൻ MLA കൂടിയാണ് രാജേന്ദ്രൻ. എന്തായാലും രാജേന്ദ്രൻ NDAയുടെ ഭാഗമാകുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാകുന്ന കാര്യമാണ്. യെസ്, അപ്പോൾ എസ് രാജേന്ദ്രൻ അങ്ങനെ NDAയുടെ ഭാഗമാവുന്നു. RPI വഴിയാണ് NDAയുടെ ഭാഗമാവുന്നത്. എന്തായിരിക്കും പാർട്ടിയിലെ പുതിയ പദവി എന്നൊക്കെ സംബന്ധിച്ച വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ പുറത്തു വന്നേക്കാം എന്നാണ് ഇപ്പോൾ റാഫി കരീം കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ R ശ്രീത്ത് മധുരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ സ്വകാര്യ സർവകലാശാല നിയമം അത് കേരളം പാസ്സാക്കിയതാണ്. പുതിയ രീതിയിൽ പുതിയ സർവകലാശാലകൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി കോൺഗ്രസ് കൂടി, CPM പാർട്ടി കോൺഗ്രസ് കൂടി ആ തീരുമാനത്തിന് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു എന്നാണ് വാർത്ത. സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാനുള്ള കേരള നിലപാടിന് പാർട്ടി കോൺഗ്രസിൽ അംഗീകാരം, സംവരണ തത്വങ്ങൾ ഉൾപ്പെടെ പാലിക്കപ്പെടുമെന്ന്
മറുപടി പ്രസംഗത്തിൽ പ്രകാശ് കാരാട്ട് പറയുകയും ചെയ്തു. സ്വകാര്യ സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയനുകൾ ഉണ്ടാകും, വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് തടയുകയാണ് ലക്ഷ്യമെന്നും അതിന് വിശദീകരണമായി പ്രകാശ് കാരാട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പാർട്ടി കോൺഗ്രസ് കൂടി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്നതോടുകൂടി ഇനിയിപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. ഇനി അതിൽ മറ്റ് പിന്നോട്ട് പോക്കില്ല, മറ്റ് ചിന്തകളില്ല, മുന്നോട്ട് പോകാൻ തന്നെയാണ് കേരള സർക്കാരിന് തീരുമാനമുണ്ടാവുക. സംസ്ഥാന സർക്കാരിന്റെ സ്വകാര്യ സർവകലാശാല നയത്തിന് CPM പാർട്ടി കോൺഗ്രസിന്റെയും പച്ചക്കൊടി സംവരണ തത്വങ്ങൾ ഉൾപ്പെടെ പാലിക്കപ്പെടുമെന്ന് മറുപടി പ്രസംഗത്തിൽ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. ശ്രീജിത്ത് മധുരയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, അങ്ങനെ ഈ സ്വകാര്യ സർവകലാശാല നയത്തിന് പാർട്ടി കോൺഗ്രസ് കൂടി പച്ചക്കൊടി കാട്ടുന്നതോടുകൂടി ഇനിയിപ്പോൾ മറ്റ് ആലോചനകളില്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാം. എന്തൊക്കെ കാര്യങ്ങൾ അനുബന്ധമായി പ്രകാശ് കാരാട്ട് സൂചിപ്പിച്ചു? പ്രജിൻ, CPIMന്റെ അടുത്ത 3 വർഷക്കാലത്തെ രാഷ്ട്രീയ അടവ് നയത്തിന് അംഗീകാരം നൽകുന്ന നടപടിയാണ് പാർട്ടി കോൺഗ്രസ് പൂർത്തീകരിച്ചത്. കരട് രാഷ്ട്രീയ പ്രമേയം സംബന്ധിച്ച ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ പ്രകാശ് കാരാട്ട് സ്വകാര്യ സർവകലാശാലകളുടെ കാര്യവും പരാമർശിച്ചു. കാരണം സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ ചില സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മറുപടി നൽകിയത്. സ്വകാര്യ സർവകലാശാലകളുമായി മുന്നോട്ട് പോകാനുള്ള കേരള സർക്കാരിൻ്റെ നടപടിക്ക് പാർട്ടി കോൺഗ്രസ് അനുമതി നൽകി. ഈ കാര്യത്തിൽ അംഗീകാരം നൽകുന്നതായി പ്രകാശ് കാരാട്ട് അറിയിച്ചു. സംവരണ തത്വങ്ങൾ ഉൾപ്പെടെയുള്ള പാലിച്ചുകൊണ്ടാണ് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത്. വിദേശത്തേക്ക് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നതെന്നും പ്രകാശ് കാരാട്ട് മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി. സ്വകാര്യ സർവകലാശാലയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനുള്ള സ്വാതന്ത്ര്യമടക്കം ഉണ്ടാകും, വിദ്യാർത്ഥി യൂണിയനുകളടക്കം ഉണ്ടാകുന്ന തരത്തിലാണ് കേരളത്തിൽ ഈ പദ്ധതി, ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് സംവരണ തത്വങ്ങളടക്കം പാലിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ നിഷ്കർഷകളോടും വ്യവസ്ഥകളോടും കൂടിയാണ് സ്വകാര്യ സർവകലാശാലകൾ വരുന്നതെന്നാണ് പ്രകാശ് കാരാട്ട് പാർട്ടി കോൺഗ്രസിൽ അറിയിച്ചിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിൽ കരട് രാഷ്ട്രീയ പ്രമേയത്തിന് മേലുള്ള ചർച്ച കഴിഞ്ഞ് രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചു. നവ ഫാസിസ്റ്റ് പ്രവണതകളുള്ള സർക്കാരാണ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് എന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ നിർദ്ദേശം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില ഭേദഗതികളൊക്കെ വന്നിരുന്നു. എന്തായാലും രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചതോടുകൂടി അടവ് നയം വന്നിരിക്കുന്നു. ഇപ്പോൾ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് മുതിർന്ന PB അംഗം BV രാഘവലുവാണ് പാർട്ടി കോൺഗ്രസിൽ സംസാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ നിന്നും വന്ന വാർത്ത കൂടി ഇപ്പോൾ ശ്രീത്ത് പങ്കുവച്ചു. അവിടെ സംഘടനാ റിപ്പോർട്ടിൻ്റെ അവതരണം തുടങ്ങിയിട്ടുണ്ട്. BV രാഘവലുമാണ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 8 അംഗങ്ങളാണ് ഈ സംഘടനാ റിപ്പോർട്ടിലും ചർച്ചയിലും പങ്കെടുക്കുന്നതെന്ന വാർത്തയൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും ആ സംഘടനാ റിപ്പോർട്ട് അവതരണത്തിന് ശേഷം. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നു. തൃശൂർ അതിരപ്പള്ളി തുമ്പൂർമുഴയിൽ നിയന്ത്രണം തെറ്റിയ കാർ കനാലിൽ വീണ് അപകടമുണ്ടായി. കാർ യാത്രികനായ ബെന്നി വർഗീസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സൂരജ് സജി തൃശൂരിൽ നിന്നും അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, എപ്പോഴായിരുന്നു ഈ അപകടം? എങ്ങനെയാണ് നിയന്ത്രണം തെറ്റി ഈ കനാലിലേക്ക് ഇത് പതിച്ചത്? ഈ റോഡ് ഈ കനാൽ തൊട്ടടുത്തൂടെ പോകുന്നതാണോ? പ്രജിൻ, ഇന്ന് വൈകുന്നേരമായിരുന്നു ഈ അപകടം. അതിരപ്പള്ളിയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോവുകയായിരുന്നു ഈ ബെന്നി. അതിനിടയിലാണ് ഈ തുമ്പൂർമൊഴിയിൽ വെച്ച് ഈ കാർ അപകടത്തിൽപ്പെടുന്നത്. ഇത് ഈ തുമ്പൂർമൊഴി ഒരു വലിയ വളവും ഇറക്കവും കൂടിയുള്ള ഒരു മേഖലയാണ്. ഈ ഇറക്കം ഇറങ്ങി വരുന്നത് ഈ കനാലിൻ്റെ അരികിലൂടെ പോകുന്ന റോഡിലൂടെയാണ്. അങ്ങനെ വരുന്നതിനിടയിൽ ഈ ഇടത്തുവശത്തുണ്ടായിരുന്ന ഈ കനാലിലേക്ക് കാർ വഴുതി വീഴുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നിയന്ത്രണം തെറ്റി വഴുതി വീഴുകയായിരുന്നു. ആ സമയത്ത് റോഡിൽ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. ഇതേ തുടർന്ന് റോഡിൽ വെള്ളമടക്കമുണ്ട്. ചെറിയ രീതിയിൽ റോഡ് നനഞ്ഞു കിടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കാർ നിയന്ത്രണം തെറ്റി ഈ കനാലിലേക്ക് വീഴുന്നത്. പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ ബെന്നിയെ അവിടെ നിന്ന് രക്ഷിക്കുന്നതും കാർ ഇപ്പോൾ പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബെന്നി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. കാരണം ഈ സമയത്ത് കനാലിൽ നല്ല രീതിയിൽ വെള്ളമുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം വെള്ളമുണ്ടെന്ന്. പക്ഷേ ഈ കാറിന്റെ ഡോർ തുറന്ന് പെട്ടെന്ന് തന്നെ ബെന്നിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. പ്രജിത്ത്, എന്തായാലും അത് ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ ഈ വാർത്ത സൂരജ് റിപ്പോർട്ട് ചെയ്തത്. ആർക്കും പരിക്കില്ല. മാത്രമല്ല കാർ യാത്രികനായ ബെന്നി വർഗീസ് അത്ഭുതകരമായാണ് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കമന്റ് ബോക്സിൽ ഇതാ സയ്യിദ് സിന്നാൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ഇങ്ങനെ കുറിക്കുന്നു: സംസ്ഥാന സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം വളരെ രൂക്ഷമാണ്. സർക്കാർ ആശുപത്രികളെ പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് ഇവിടെ. അതിനാൽ ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നൊരു ആവശ്യമാണ് സിന്നാൻ മുന്നോട്ട് വെക്കുന്നത്. ഏതൊക്കെ സർക്കാർ ആശുപത്രിയിലാണ് അങ്ങനെ മരുന്ന് ക്ഷാമം ഉള്ളത് എന്ന കാര്യം സയ്യിദ് പറഞ്ഞിട്ടില്ല. അത് നമുക്ക് നോക്കാം. അത് ഏത് മേഖലയിലാണ് എന്നറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിച്ച് അതിനകത്ത് റിപ്പോർട്ട് ഉണ്ടാക്കാം. കോഴിക്കോട് വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്നൊരു പരാതി നേരത്തെ ഉയർന്നിരുന്നു. അതിലെന്താണ് കഴമ്പെന്ന് നോക്കാം. സർജറി വിഭാഗത്തിലെ ഏക ഡോക്ടർ സ്ഥലം മാറിപ്പോയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന്
നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പകരം ഡോക്ടർ എപ്പോൾ എത്തുമെന്നറിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികൾ. ജില്ലാ ആശുപത്രികളിൽ സർജറി വിഭാഗത്തിൽ 4 ഡോക്ടേഴ്സ് വേണമെന്നാണ് കണക്ക്. എന്നാൽ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലുള്ളതാകട്ടെ ഒരു കൺസൾട്ടന്റ് സർജൻ, ഒരു ജൂനിയർ സർജൻ എന്നീ 2 തസ്തികകളും. ഇതിൽ ജൂനിയർ സർജന്റെ തസ്തിക ഏറെക്കാലമായി ഒഴിഞ്ഞുകിടക്കുന്നു. അതിനിടെ കൺസൾട്ടന്റ് സർജൻ സ്ഥലം മാറിപ്പോയതാണ് ആശുപത്രിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നത്. സർജറി ഒപിയുള്ള ദിവസം ഒട്ടേറെ രോഗികളാണ് വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ എത്താറുള്ളത്. സർജറി വിഭാഗത്തിലെ ഏക ഡോക്ടർ സ്ഥലം മാറിപ്പോയതോടെ ശസ്ത്രക്രിയകൾ അവതാളത്തിലായി. ശസ്ത്രക്രിയക്കായി നേരത്തെ തീയതി ലഭിച്ചവർ ഉൾപ്പെടെ ആശുപത്രിയിലെത്തുമ്പോൾ ഡോക്ടറില്ലെന്നാണ് ലഭിക്കുന്ന മറുപടി. ഇതോടെ ഇവർ നിരാശയോടെ മടങ്ങുകയാണ്. സ്വാഭാവികമായി ഒരു സ്ഥലം മാറ്റം വരുമ്പോൾ ആ ഡോക്ടർമാരെ റിലീവ് ചെയ്യുമ്പോൾ പകരം ഒരു ഡോക്ടർ ചാർജ് എടുക്കാതെ റിലീവ് ചെയ്യാറില്ല സ്വാഭാവികമായി എല്ലാ സ്ഥലങ്ങളും. പക്ഷെ പകരം ഡോക്ടർമാരെ കാണാതെയാണ് ഇവിടെ സർജനൊക്കെ തന്നെ സ്ഥലം മാറ്റ ഉത്തരവ് കൊണ്ടുവന്നപ്പോൾ അവർക്ക് റിലീവ് ചെയ്ത് കൊടുത്തു. അങ്ങനെ റിലീവ് ചെയ്ത് കൊടുത്തപ്പോൾ വടകര ആസ്പത്രിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിർബന്ധമുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ അവസ്ഥയാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രി നേരിടുന്നത്. ആകെയുള്ള ഡോക്ടർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് സ്ഥലം മാറിപ്പോയതാണ് പ്രതിസന്ധിക്ക് കാരണം. പകരം ഡോക്ടർ എത്തിയാൽ മാത്രമാണ് സാധാരണയായി സ്ഥലം മാറ്റം അനുവദിക്കാറുള്ളത്. എന്നാൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെയുള്ള ഡോക്ടർ സ്ഥലം മാറിപ്പോയതെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. ഡോക്ടേഴ്സ് ഇല്ലാത്ത പ്രശ്നം DMOയെ അറിയിച്ചിട്ടുണ്ടെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നു. ശസ്ത്രക്രിയക്കായി നിരവധി പേരാണ് വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കാറുള്ളത്. ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാത്തത് രോഗികളെ വല്ലാതെ വലയ്ക്കുമെന്നുറപ്പ്. അധികൃതരുടെ ഇടപെടൽ ഉടനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ നേരത്തെ സയ്യിദ് സിനാൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ പറഞ്ഞത് സർക്കാർ ആശുപത്രിയിലെ മരുന്ന് ക്ഷാമത്തെക്കുറിച്ചാണെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്തത് കൊണ്ട് സർജറികൾ മുടങ്ങുന്ന സ്ഥിതിയാണ്. അതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ റിപ്പോർട്ടിലൂടെ അഭിജിത്ത് മുഴക്കുന്ന ഞങ്ങളുടെ പ്രതിനിധി പങ്കുവച്ചത്. ഒരു ഡോക്ടർ ഇല്ല എങ്കിൽ ആ ഡോക്ടർക്ക് പകരം ഒരാൾ വരേണ്ടത്, അത് ആർക്കാണ് അറിയാത്തത്. പക്ഷേ എന്തുകൊണ്ട് അവിടെ വരുന്നില്ല എന്ന ചോദ്യമാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും ഉയരുന്നത്. ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാവുന്നു. ഡോക്ടേഴ്സ് ഇല്ലാത്ത പ്രശ്നം DMOയെ അറിയിച്ചിട്ടുണ്ടെന്നും ഉടൻ പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. ഡോക്ടറെ ഉടൻ എത്തിക്കണമെന്നാണ് ഇവിടെ എത്തുന്ന രോഗികളും ഒപ്പം കൂട്ടിരിപ്പുകാരും പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. ഇവിടെ ദിവസേന 2-3 ഹൃദ്രോഗബാധികൾ ഇവിടെ പരിശോധനക്കാറ്റ് പെട്ടെന്ന് ഹൃദ്രോഗം വന്ന ആളുകൾ 2-3 ദിവസങ്ങളോളം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാർഡിയോളജിസ്റ്റിനെ നിയമിക്കാൻ വർഷങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെട്ട ഒരു കാർഡിയോളജിസ്റ്റിനെ നിയമിച്ചിട്ടില്ല. ഇവിടെ ദിവസം 130ഓളം ഡയാലിസുകൾ നടക്കുന്നു. ഡയാലിസിസ് നടക്കുന്ന ഒരു സ്ഥലത്ത് 130ഓളം ഡയാലിസിസ് നടക്കുന്ന ഒരു നെഫ്രോളജിസ്റ്റ് നിയമിക്കാനുള്ള സൗകര്യം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വർഷങ്ങളായി ഇവിടെ ആയിരക്കണക്കിന് പ്രസവം എടുത്ത ഒരു നിലക്ക് അവിടെയുള്ള ഒരു ആദ്യ പ്രസവം എടുക്കാനുള്ള ഒരു സംവിധാനം വടകര ജില്ലാ ആശുപത്രിയില്ല. ഇത്തരത്തിൽ വടകര ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഒരു ജില്ലാ ആശുപത്രിക്ക് വേണ്ട ഒരു പരിഗണന പോലും കൊടുക്കാതെ ജില്ലാ പഞ്ചായത്ത് ഈ ആശുപത്രിയെ ശ്വാസം മുട്ടിച്ച്, അതായത് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി, വടകരയിലെ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ജില്ലാ ആശുപത്രിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ ആശുപത്രിയുടെ നാമധേയം വഹിക്കുന്ന ഈ വടകരയിലെ ആശുപത്രിക്ക് സർജൻ ഇല്ലാത്തത് കാരണം ഒരു ഓപ്പറേഷൻ പോലും നടക്കാൻ നൂറുകണക്കിന് രോഗികൾ ഇതിനെ ആശ്രയിച്ച് ഓപ്പറേഷന് കാത്തു കിടക്കുകയാണ്. ഇവിടെ ഇൻപേഷ്യന്റായ 10-22 പേര് ഓപ്പറേഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് കാത്തിരിക്കുകയാണ്. ഇവിടെ വടകര ജില്ലാ ആശുപത്രി എന്ന പേരല്ലാതെ ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ഒരു ആശുപത്രിയാണ് വടകര ജില്ലാ ആശുപത്രി. രോഗികളൊക്കെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞിട്ടും ഇതിന്റെ പാറ്റേൺ പണ്ടത്തെ താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് രോഗികൾ കടന്നു വരുന്ന ഈ വടകര ആശുപത്രിയിൽ ഒരു ഡോക്ടർമാർ പോലും ഇവിടെയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ പറയുക നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനാണ്. കൂടാതെ ഇവിടെ വരുന്ന രോഗികളോട് വളരെ മോശമായിട്ടാണ് ഇവിടുത്തെ ജീവനക്കാർ പെരുമാറുന്നതെന്ന് പലരും പരാതികൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആശുപത്രി, പ്രത്യേകിച്ചും ജില്ലാ ആശുപത്രി പോലുള്ള വലിയ ഹോസ്പിറ്റലുകൾ ഈ രീതിയിലുള്ള ഒരു അനാസ്ഥ, അല്ലെങ്കിൽ ഡോക്ടർമാരില്ലാത്ത അവസ്ഥ, മരുന്നില്ലാത്ത അവസ്ഥ, സ്കാനിങ് മെഷീനുകളില്ലാത്ത അവസ്ഥയൊക്കെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മാസ് വിത്ത് മീ എന്നൊരു ഐഡിയയിൽ നിന്ന് വന്ന കമൻറ്റ് ഇങ്ങനെയാണ്: ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ.
മെയിൻ ഡോക്ടേഴ്സ് വന്നൊരു മിന്നായം പോലെ അങ്ങ് പോകും എന്ന് ഒരു പരാതിയായിട്ടാണ് മാത്സ് വിത്ത് മീ എന്നൊരു ഐഡിയയിൽ നിന്ന് വരുന്ന കമൻറ്റ്. അങ്ങനെ ഒരുപാട് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണെങ്കിൽ അവിടെ സ്കാനിങ്ങിന് മതിയായ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് സ്കാൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡേറ്റ് കിട്ടുന്നത് 1 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണത് പ്രശ്നങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ എന്താണ് അതിന് പരിഹാരം എന്നത് എന്തുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പ് ആലോചിക്കുന്നില്ല എന്നത് ചോദ്യം. എന്നാലും SKN40 എന്ന പേരിൽ ആർ ശ്രീകണ്ഠൻ നായർ 24 ചീഫ് എഡിറ്റർ നടത്തുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് പല രീതിയിൽ നിന്നുള്ള പല പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ലഹരി വിരുദ്ധ യാത്രയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ലഹരിക്കെതിരായി പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കേരളത്തിലെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷന്റെ കീഴിലുള്ള 60,000 ഹോട്ടലുകളിൽ ലഹരി ഉപയോഗം അനുവദിക്കില്ല എന്നും ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എക്സൈസിനും പോലീസിനും കൈമാറുമെന്നുമാണ് അസോസിയേഷന്റെ പുതിയ തീരുമാനവും പ്രഖ്യാപനവും. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ സംസ്ഥാനതല തുടക്കം കാക്കനാട് നിന്നാണ്. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ 60,000-ഓളം ഹോട്ടൽ ഉടമകൾ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. SKN40യുടെ ഭാഗമായി നടക്കുന്ന ലഹരി വിരുദ്ധ പോരാട്ടമാണ് ഹോട്ടൽ ഉടമകൾക്കും പ്രചോദനമായത്. ജീവിതമാണ് ലഹരി എന്നുള്ള സന്ദേശം ഇതിനു മുമ്പ് തന്നെ നമ്മൾ എല്ലാ ഹോട്ടലിൽ കൂടെയും എല്ലാ ഹോട്ടൽ സ്റ്റാഫിനും അറിയിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു സ്റ്റിക്കർ എഴുതി എല്ലാ ഹോട്ടലും അത് എടുത്തിട്ടുണ്ട്. ഇതിനുമ്പ് ഒരു പ്രതിജ്ഞ എടുക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രവർത്തനം കൂടുതലായിട്ട് വ്യാപിപ്പിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനതല ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ തുടക്കം കാക്കനാട് നാളെ ആരംഭിക്കും. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഹോട്ടൽ ഉടമകളുടെ തീരുമാനത്തിന് പിന്തുണയുമായി എത്തും. ഹോട്ടലുകളിൽ ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗത്തിനും അനുവദിക്കില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുമെന്നുമാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഈ മേഖലയിൽ ഞങ്ങളുടെ ഒരു സ്ഥാപനങ്ങളിലും ഞങ്ങളുടെ സ്റ്റാഫോ മാനേജ്മെൻറ്റോ ഇത് ഉപയോഗിക്കില്ലെന്ന് മാത്രമല്ല, ഈ പരിസരങ്ങളിൽ ലഹരി ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കൂട്ടായ്മയോ ഗ്യാങ്ങോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് അധികാരികളെ ഇത് അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല. കൃത്യമായിട്ടും അതിന് ഞങ്ങളൊരു സ്ക്വാഡ് ഉണ്ടാക്കുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി ഹോട്ടലുകളിലെ ജീവനക്കാർക്കടക്കം ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പരിശീലനം നൽകും. എല്ലാ ജില്ലകളിലും പോലീസുമായും എക്സൈസുമായും സഹകരിച്ച് ലഹരി വിരുദ്ധ കൂട്ടായ്മകൾ ഉണ്ടാക്കാനും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ലഹരി വിരുദ്ധ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് അസോസിയേഷന്റെ സംസ്ഥാനതല നിലപാട്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് ഇതുപോലെ ഓരോ സംഘടനകളും വ്യക്തികളും മുന്നോട്ട് വന്നാൽ അത് ചരിത്രമാകും കേരളത്തിലുണ്ടാകുക. ലഹരി വിരുദ്ധ പോരാട്ടത്തിന് വലിയ പിന്തുണ തന്നെ നാട് ആവശ്യപ്പെടുന്ന സമയം കൂടിയാണിത്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും SKN40യുടെ 2ാം ഘട്ടം അത് ഞായറാഴ്ച 6-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ഈ തെക്കൻ കേരളത്തിൻ്റെ ജില്ലകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി വടക്കൻ കേരളത്തിലേക്ക് നീങ്ങുകയാണ്. തൃശ്ശൂരിലും തുടങ്ങി, പിന്നീട് പാലക്കാട്, മലപ്പുറം, അതോടൊപ്പം തന്നെ വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്കാണ് യാത്ര. അപ്പോൾ അത് ഈ പറയുന്നത് പോലെ എന്തായിരുന്നോ നേരത്തെ 1ാം ഘട്ടത്തിലുണ്ടായത് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഉണ്ടാവുക. ഒരുപാട് ഇടങ്ങളിലേക്ക് യാത്ര എത്തും. ഒപ്പം തന്നെ ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കും. ഒപ്പം ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കും. അതൊക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്താണോ കൃത്യമായി യാത്ര കൊണ്ട് നമ്മൾ ലക്ഷ്യമിട്ടത് അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലും നൽകുന്നുണ്ട്. ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്നു, ലഹരിക്ക് അടിമപ്പെട്ടവരെ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ എത്തിക്കുക ഒരിക്കലും പരിഹാരം അകലെയല്ല. നാളത്തെ നല്ല ഭാവിക്ക് വേണ്ടി അതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നാളെയുടെ നായകർ ആകേണ്ടവർ വില്ലന്മാരായി മാറും എന്നാണ് ആരിഫ് ഹാഷ്മി ഓർമ്മിപ്പിക്കുന്നത്. വളരെ കൃത്യമായ കാര്യം തന്നെയാണ് ആരിഫ് പറയുന്നത്. നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പം ഒത്തൊരുമിച്ചാൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇങ്ങനെ ഓരോരുത്തരും അവരുടെ രീതിയിൽ കൂട്ടായ്മകളും ഒക്കെയായി മുന്നോട്ട് വന്ന് ഈ ലഹരി വിരുദ്ധ യാത്ര നടത്തുകയും ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുകയും വേണമെന്നാണ് 24നും ഒപ്പം പൊതുജനം കഴിയില്ല സാർ എന്ന പരിപാടിക്കും പറയാനുള്ളത്.